ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്ത കേസിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോളേജിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയതിനാലാണ് മാനേജ്മെന്റ് ജിഷ്ണുവിനെതിരെ തിരിഞ്ഞതെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വാദിച്ചു. ഇതിനെ തുടർന്ന് മാനേജ്മെന്റ് ജിഷ്ണുവിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി. ചെയർമാന്റെ അറിവോടുകൂടെയായിരുന്നു എല്ലാമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതിനാൽ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കും. നേരത്തെ പ്രതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയതെന്നും സർക്കാർ അഭിഭാഷകൻ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കോടതിയെ അറിയിച്ചു. എന്നാൽ സംഭവത്തിൽ പി കൃഷ്ണദാസിന് യാതൊരുവിധ പങ്കുമില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. കോളേജിലുണ്ടായ ആകസ്മിക സംഭവം മാത്രമാണ് ജിഷ്ണുവിന്റെ മരണമെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നതുപോലെ കൃഷ്ണദാസ് ജിഷ്ണുവിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. കോടതി നിഷ്കർഷിക്കുന്ന ഏത് ജാമ്യവ്യവസ്ഥയും പാലിക്കാൻ തയ്യാറാണെന്നും പ്രതിഭാഗം അറിയിച്ചു. കേസിൽ വിധി പറയാനായി മാറ്റിവെച്ച കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്ത് കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശിച്ചു. കേസിൽ പ്രത്യേക പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് CP ഉദയഭാനുവിനെ നിയമിച്ചതിന് ഹൈക്കോടതി അംഗീകാരം നൽകി. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.